ഈ പാട്ട് ഒരു നൊസ്റ്റു പാട്ടാണ്. അതെ. എത്ര വർഷം കഴിഞ്ഞാലും അത് മാജിക്കൽ തന്നെയാണ്. അതെ സർ. ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. ആ. അങ്ങനത്തെ ഒരു പാട്ടാണ് ഏകാന്ത ചന്ദ്രിക എന്നുള്ളത്. ഇത് സംബന്ധിച്ച് ബിച്ചു സാർ പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഈ പാട്ട് എങ്ങനെ അദ്ദേഹം എഴുതി എന്നുള്ളത്. അദ്ദേഹം പണ്ട് ചെങ്ങന്നൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടെ അപ്പുറത്ത് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ബിച്ചു സാറ് കരുതിയത് അനീത്തിക്കുട്ടി എന്നാണ്. ഇതാ ഇവിടെ ഒരു അനീത്തിക്കുട്ടി പോലെ, അങ്ങനെ ഒരു അനീത്തിക്കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഈ അനീത്തിക്കുട്ടിയും ബിച്ചു സാറ് എപ്പോഴും സംസാരിക്കും. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ബന്ധം ഉണ്ടായി ആ അനീത്തിയായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബിച്ചു മാമ എന്ന് വിളിക്കും സാറിനെ. ബസ്സിൽ തിരിച്ച് വൈകിട്ട് വരുന്ന സമയത്ത് ഈ കുഞ്ഞ് കാത്തിരുന്നിട്ട് ബിച്ചു മാമന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് ബിച്ചു മാമനെയും കാത്ത് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ് വരുന്നതും പെട്ടെന്ന് അറിയാതെ മുന്നോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തു. ആ ബസ് വന്ന് ഇടിച്ച് ഒരു അപകടം ഉണ്ടായി. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ആ കുഞ്ഞു പോയി. അപ്പോൾ ഇത് ബിച്ചു സാറിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും ആ കുഞ്ഞ് അനിയത്തിയെപ്പറ്റി അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തോളം അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, അതായത് ഈ മരിച്ചവരൊക്കെ നക്ഷത്രങ്ങളായിട്ട് പിന്നെ വരും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ നക്ഷത്രമായിട്ട് വരുമ്പോൾ അവൾ ഒരു ഏകാന്ത ചന്ദ്രികയല്ലേ എന്ന്. അങ്ങനെയാണ് ഈ പാട്ടിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചന. ഈ ഏകാന്ത ചന്ദ്രിക എന്നുള്ള ആ ഒരു രചനയിലേക്ക് അഴകിനൊരു ആമുഖമായ ഭാവം എന്ന് പറയുന്നത്, അഴകിന്റെ ആമുഖം എന്ന് പറയുന്നത് ആ കുഞ്ഞാണ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സിറ്റുവേഷന് വേണ്ടിയിട്ട് കുറെ പ്രണയത്തിന്റെ എലിമെന്റ്സും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഓരോ ക്രിയേഷനും, ഒരു കാലത്തിനും അപ്പുറം നിൽക്കുന്ന ഓരോ ക്രിയേഷന്റെയും പിന്നിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ, ജീവിത മുഹൂർത്തങ്ങൾ, ഒരു AI-ക്കും സ്വാംശീകരിക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ജീവിതം തന്നെ കല എന്ന് പല ആൾക്കാരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടോ സാരം കൂട്ടാ? അപ്പൊ അങ്ങനെ ഓരോ പാട്ടെന്ന് പറയുന്നത് ഒരു ലൈഫാണ്, ടു ബി ലിവ്ഡ്. അങ്ങനെയാണ്, അതുപോലെയാണ്. അപ്പൊ ആ ജീവിതത്തിലേക്ക് നമ്മളൊരു 5 മിനിറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പൊ അത് അനുഭവമായിട്ട് മാറുമ്പോഴാണ് പാട്ട് നമ്മൾ പാടിയതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത്, അവരുടെ കണ്ണുകളും നിറയുന്നത്.